മഷ്റൂം നമുക്ക് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്താലും അതിൻ്റെ അഴുക്ക് പോകാൻ ഭയങ്കര പാടാണ്. ഇനി നമുക്ക് ആ സ്കിൻ അങ്ങ് പീൽ ചെയ്ത് കളഞ്ഞാലോ ഇതുപോലെ സുന്ദരനായിട്ടിരിക്കും. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, 5 കഷ്ണം വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതിനെ നമുക്ക് നല്ലതായിട്ട് ചതയ്ക്കാം. നല്ലതുപോലെ ഇടിച്ചിടിച്ച് അവന്മാരെ പഞ്ചറാക്കണം. എന്നിട്ട് ഒരു സവാള എടുക്കുക, അതിൻ്റെ തൊലി നമുക്ക് കളയാം. ഓക്കെ, തൊലി കളഞ്ഞു. ഇനി കട്ട് സ്മോൾ പീസസ് എന്ന രീതിയിൽ നമുക്ക് ഇനി പാൻ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ആ ഓയിലിൽ നിന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക്, അതിട്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് അത് കട്ട് ചെയ്തിടാം. പക്ഷെ വറ്റൽമുളക് ഇത്രയും കട്ടി കൂടുതലാണെന്ന് കട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. നല്ല കട്ടിയുണ്ട്. അത് കഴിഞ്ഞ് വറ്റൽമുളക് ഇട്ടു. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ച് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഒന്നും കളയരുത്, ഒരു തുള്ളി പോലും കളയുന്ന വെച്ചാൽ എല്ലാം നമ്മൾ അതിനെ തൂത്തെടുക്കുക. അതും ആഡ് ചെയ്തു. അതൊരു 2 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്കിനി ഒണിയൻ ആഡ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒണിയൻ പാനിലേക്ക് ഇടാം. അതും കഴിഞ്ഞ് എല്ലാം അതിലും തൂത്തിടണം, ഒന്നും വേസ്റ്റ് ആക്കരുത്. അതെല്ലാം ഫുള്ള് നമ്മൾ മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. കുറച്ച് നേരം വേകട്ടെ. ആ ടൈമിൽ നമുക്ക് മഷ്റൂം അവിടെ കട്ട് ചെയ്തെടുക്കാം. സവാള റെഡിയായല്ലോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത് ഇത്രയും ആഡ് ചെയ്തിട്ട് അത് 1 മിനിറ്റ് വരെ നമുക്ക് 1 മിനിറ്റെങ്കിലും മാക്സിമം നമ്മളിങ്ങനെ മിക്സ് കൊണ്ടിരിക്കണം. എന്നിട്ട് കറി ലീവ്സ് ഇടുക. അത് പിച്ചി കീറി ഇടണം. എന്താണെന്നറിയില്ല, അമ്മയൊക്കെ പറയാറുണ്ട് പിച്ചി കീറി ഇടണമെന്ന്. അപ്പോൾ കുറച്ചും കൂടി സ്മെല്ല് ആയിരിക്കില്ലേ, അതുകൊണ്ടായിരിക്കും, ഒരു ഫ്ലേവറിനായിരിക്കും. അങ്ങനെ അത് മിക്സ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മഷ്റൂം കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാവന്മാരെയും തൂത്ത് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇടുക. ഞാൻ തൂത്തല്ല ഇടുന്നത്, ഞാൻ കുറേശ്ശെ ഇടുകയാണ്. കുറേശ്ശെ ഇടുക. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുമാതിരി വെള്ളം ഇറങ്ങി വന്നിട്ട് ആ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ മതി, കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മുടെ മല്ലിയില അത് ചെറുതായിട്ടൊന്ന് മുറിച്ചതിട്ട് അതിൻ്റെ മുകളിലിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വയ്ക്കാം. ആ ടൈമിൽ നമ്മുടെ എന്താ ചെയ്യുക, ബോഡി കുറച്ച് ഹൈഡ്രേറ്റ് ആക്കി വെക്കണ്ടേ. അതിന് നമുക്ക് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് കുക്കിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പപ്പായൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച് കാര്യം തന്നെ മാറി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ മഷ്റൂം എല്ലാം സെർവിങ് ബോളിലേക്ക് മാറ്റാം. അതിങ്ങനെ ചൂടോടെ അതിങ്ങനെ വീഴുന്ന ടൈമിൽ അത് പുകയാണ് എന്ത് രസമല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു ഭംഗിക്ക് ഒരു ചെറിയൊരു മല്ലിയുടെ ഇലയെടുത്ത് മുകളിലും വെച്ചിട്ട് നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, കാണാൻ നല്ല രസമല്ലേ? അതുപോലെ തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇനി എന്താ ചെയ്യണ്ടേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ കഴിച്ചത് നെയ്ച്ചോറുമായിട്ടാണ്. നെയ്ച്ചോറുമായിട്ട് നല്ല കോമ്പിനേഷനായിരുന്നു. കുറച്ച് മഷ്റൂം ഇങ്ങോട്ട് എടുക്കുക, ആ നെയ്ച്ചോറുമായിട്ട് വയ്ക്കുക, അതൊന്ന് മിക്സ് ചെയ്യുക, കുഴച്ചങ്ങ് കഴിക്കുക. അന്തസ്.